ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചോളം പൊടി കൊണ്ട് അടയുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും കഴിക്കണത് നല്ലതാണ് കേട്ടോ. നല്ല വിറ്റാമിൻസൊക്കെ ഉള്ളതാണ് ഈ ചോളം. അപ്പോൾ ചെറിയ കുട്ടികൾക്കായാലും ചോളം കൊണ്ടൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിനാവശ്യമുള്ള പൊടി ഞാനെടുത്ത് വച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിന് വേണ്ടത് ഞാൻ എടുത്തേക്കണത് ഒരു നാളികേരവും പിന്നെ 2 ശർക്കര, ഒരു 5-6 ഏലക്കായ, ഇത്രയും സാധനങ്ങളാണ് കേട്ടോ. ശർക്കര ഉരുക്കി നാളികേരമൊക്കെ ഉരുക്കി ശരിയാക്കണം കേട്ടോ. അപ്പോഴേക്കും പൊടി കുഴച്ചെടുക്കണം. ചോളത്തിൻ്റെ പൊടി ഇത് കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പ് പൊടി കൂട്ടിയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക. ഞാനൊക്കെ പണ്ട് നഴ്സറിയിൽ പഠിക്കുമ്പോൾ ചോളത്തിൻ്റെ ഉപ്പുമാവായിരുന്നു എന്നും ചോളപ്പൊടി. നല്ല ടേസ്റ്റായിരുന്നു. ഇപ്പോഴും അതെ, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് ആ ഇലയിലേക്ക് വെച്ച് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. അട പരത്തണ പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. സാധാരണ അട ഉണ്ടാക്കണ പോലെ തന്നെ ഇതുണ്ടാക്കിയാലും ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എത്ര കഴിച്ചാലും മതിയാവില്ല. അപ്പോൾ എല്ലാം പരത്തി എടുത്തു കേട്ടോ. ഇനി ശർക്കര ഉരുക്കി നാളികേരം അതിലിട്ട് ഒന്ന് ഇളക്കി ഇതാക്കണം കേട്ടോ. ശർക്കര ഉരുക്കി നാളികേരം അതിലിട്ട് ഏലക്കായ പൊടിച്ചത് അതിലിട്ടിട്ടുണ്ട് കേട്ടോ. അത് കുറച്ച് ഒന്ന് വെള്ളം വറ്റണ വരെ ഒന്ന് ഇളക്കണം കേട്ടോ. വെള്ളം വറ്റിയത് വാങ്ങിയെടുത്തു കേട്ടോ. ഇനി ഇത് അടയിലേക്ക് അതൊന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് പരത്തിയെടുക്കണം. ഏലക്കായ പൊടിച്ചത് എന്തായാലും കൂട്ടണം കേട്ടോ. എന്നാലേ അടയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ, ഏതടയായാലും. ഒരു ഭാഗത്ത് പരത്തിയാൽ മതി കേട്ടോ. എല്ലായിടത്തേക്കും ശർക്കരയും നാളികേരും ഇത് വെക്കണ്ട. ഒരു ഭാഗത്ത് വെച്ചാൽ മതി. അപ്പോൾ മുളക്കുമ്പോൾ എല്ലായിടത്തേക്കും ആവുമല്ലോ. അടയൊക്കെ പരത്തിയെടുത്തു. ഇനി നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെക്കാം കേട്ടോ. വാഴയുടെ തണ്ട് ഇതേപോലെ വെച്ച് കൊടുക്കണം കേട്ടോ അട ഉണ്ടാക്കുമ്പോൾ. എന്നാലേ എല്ലാത്തിൻ്റെയും ഉള്ളിലേക്ക് നന്നായിട്ട് ആവി കയറിയിട്ട് എല്ലാ ഭാഗവും നന്നായി വെന്ത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ചില ഭാഗം വേവാണ്ടിരിക്കും. ഇനി ഇതൊരു അരമണിക്കൂർ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ.
നല്ല വേവുണ്ട് കേട്ടോ ചോളത്തിൻ്റെ പൊടിക്ക്. അപ്പോൾ അത് അരമണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പം നന്നായി വെന്തിട്ടൊക്കെയുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഒരെണ്ണം എടുത്തു കേട്ടോ അതിൽ നിന്ന്. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ അതാ നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റും ഉണ്ട്, നന്നായി വെന്തിട്ടുമുണ്ട്. അപ്പോൾ നിങ്ങൾ ചോളപ്പൊടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ അടയൊക്കെ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം കേട്ടോ.